എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ഒമാനിലെ സലാലയിലാണ്. അപ്പോൾ സലാലയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളെ കൂട്ടുകാരുടെ വണ്ടിയിൽ നമ്മൾ പോണത്. അസ്സലാമു അലൈക്കും. കൈഫലാൽ ചെയ്യുന്നില്ല അലി. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സലാലയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇപ്പം ഞാൻ ഉള്ളത് വളരെ പുണ്യമാക്കപ്പെട്ട ഒരു സ്ഥലത്താണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്ബറക്ക് അരികെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട്, രോഗങ്ങളെ കൊണ്ടും മക്കളെ കൊണ്ടും, അങ്ങനെ മക്കൾ മരണപ്പെട്ട്, അതേപോലെ ഒരുപാട് അസുഖങ്ങൾ വന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ച പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം. അസുഖം മാറാനും വേണ്ടി അയ്യൂബ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടില്ല. അങ്ങനെ അവസാനം അള്ളാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഇവിടെ താഴത്ത് ഒരു കുളമുണ്ട്, ആ കുളത്തുനിന്ന് കുളിക്കാൻ അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ കുളത്തുനിന്ന് കുളിച്ചപ്പോൾ അയ്യൂബ് നബിയുടെ എല്ലാ അസുഖങ്ങളും മാറി. ഇപ്പോൾ ഉള്ളത് അയ്യൂബ് നബിയുടെ ദർഗക്ക് അരികെയാണുള്ളത്. അപ്പോൾ വന്ന സമയം രാത്രി 2 മണി ആയതുകൊണ്ട് ഗേറ്റ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നേരം വെളുത്തിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ദർഗയുടെ തൊട്ട് മുന്നിൽ തന്നെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽപാദം പറഞ്ഞൊരു പാറയുണ്ട്. ആ പാറ പ്രത്യേക ഒരു കല്ല് കൊണ്ട് കെട്ടി വെച്ചാണ്. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാലേ കാണാൻ കഴിയുള്ളൂ, കാരണം അതിരാവിലെ ആയതുകൊണ്ട് ഇരുട്ടാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ട് കേട്ടോ. അതിപുരാതനമായ പള്ളി എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള പള്ളി. അയ്യൂബ് നബി അലൈഹി ഇസ്ലാം നിസ്കരിച്ച പള്ളിയാണ്. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 കിബിലുണ്ട്. ഒന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും ഒന്ന് കഅബയിലേക്കും. 2 കിബിലുള്ള പള്ളിയാണ്. അപ്പോൾ പഴമ ഒട്ടും കുറയാതെ തന്നെ നമുക്ക് ശരിക്ക് ഫീൽ ചെയ്യും. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ഒരുപാട് അസുഖങ്ങൾ വന്ന സമയത്ത് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട് ഈ കുളത്തുനിന്ന് കുളിക്കാൻ. ഈ കുളത്തുനിന്ന് കുളിച്ചതിന് ശേഷമാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ എല്ലാ അസുഖങ്ങളും മാറിയത്. അല്ലാഹു തആല ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കുളമാണ് അയ്യൂബ് നബിയോട് കുളിക്കാൻ പറഞ്ഞ കുളം. നല്ല തണുപ്പുണ്ട്. നമുക്കൊന്ന് കുളിച്ച് നോക്കാം, കുളത്തേക്ക് ഇറങ്ങി നോക്കാം.